Once again, welcome to Shadows Home Study. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ എലോങ് വിത്ത് മോഷൻ എന്ന 4th ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? വൈബ്രേഷൻ എന്താണെന്ന് പറഞ്ഞു. വൈബ്രേഷൻ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് കൂടി ചെയ്തു. അതുപോലെ ഒരു ടോയ് ഫാൻ ഉണ്ടാക്കി. അതേപോലെ മോഷൻ ഇൻ ആപ്ലിക്കേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസ്, അതിൻ്റെ യൂസസ്. പിന്നെ നമ്മൾ ഒരു പാർട്ടിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് മറ്റൊരു പാർട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു മെഷീൻസിലേക്കോ ആ ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്ത് കണ്ട് അവിടെയും ഒരു മോഷൻ ഉണ്ടാകും. അങ്ങനത്തെ എന്തൊക്കെ രീതിയിലുള്ള ഡിവൈസുകളുണ്ട്, അതിൻ്റെ യൂസസ്, അതിൻ്റെ അറേഞ്ച്മെൻറ്റുകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത് ഗിയേഴ്സ് എന്താണെന്ന്. ഗിയേഴ്സ് മീൻസ് പൽചക്രങ്ങൾ. എന്താണ് പൽചക്രങ്ങൾ അഥവാ ഗിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ആസ് ഷോൺ ഇൻ ദ പിക്ചർ, ഈ പിക്ചറിൽ കാണിക്കുന്നത് പോലെ ഫിക്സ് 2 corrugated plastic leads of different sizes on a wooden plank in such a way that they touch each other closely. നമ്മൾ ഈ കുഴിഞ്ഞും പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് ലിഡുകൾ കണ്ടിട്ടില്ലേ? അതിനെയാണ് കൊരുഗേറ്റഡ് പ്ലാസ്റ്റിക് ലീഡ്സ് എന്ന് പറയുന്നത്. അതുപോലത്തെ പ്ലാസ്റ്റിക് അടപ്പുകൾ 2 എടുത്ത് ഈ പിക്ചറിൽ കാണിക്കുന്നത് പോലെ ക്ലോസ്ലി അറേഞ്ച് ചെയ്ത് വെക്കുക. നൗ ടേൺ ഈച്ച് ലിഡ്, ഓരോ ലിഡിനെയും നമ്മൾ ടേൺ ചെയ്യിപ്പിക്കുക. വാട്ട് ഡു യു ഒബ്സർവ്? അപ്പോൾ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ഓരോ ലിഡിനെയും നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ, ടേൺ ചെയ്യിപ്പിക്കുമ്പോൾ എന്താണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നത്? When the small lid is turned to the left, in which direction does the big lid turn? സ്മോൾ ലിഡിനെ, ചെറിയ ലിഡിനെ നമ്മൾ ഇടത് ഭാഗത്തേക്ക് ടേൺ ചെയ്യിപ്പിക്കുമ്പോൾ ബിഗ് ലിഡ് ഏത് ഭാഗത്തോട്ടായിരിക്കും ടേൺ ചെയ്യുക? When the small lid is turned to the left, the big lid is turned to the right. സ്മോൾ ലിഡ് ഇടത് ഭാഗത്തേക്ക് ടേൺ ചെയ്യുമ്പോൾ ബിഗ് ലിഡ് വലത് ഭാഗത്തായിരിക്കും ടേൺ ചെയ്യുക. What happens when it is turned to the right? അത് വലത് ഭാഗത്തേക്ക് ടേൺ ചെയ്യിപ്പിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? സ്മോൾ ലിഡിനെ റൈറ്റ് ഭാഗത്തേക്ക് ടേൺ ചെയ്യിപ്പിക്കുമ്പോൾ when the small lid is turned to the right, the big lid is turned to the left. സ്മോൾ ലിഡ് റൈറ്റ് ഭാഗത്തേക്ക് ടേൺ ചെയ്യിപ്പിക്കുമ്പോൾ ബിഗ് ലിഡ് ലെഫ്റ്റ് ഭാഗത്തോട്ടായിരിക്കും ടേൺ ചെയ്യുക. അപ്പോൾ എന്താണ് മനസ്സിലായത്? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ടേൺ ചെയ്യുക. ഇനി ഇവർ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഡസ് ദ ബിഗ് ലിഡ് ആൾസോ കംപ്ലീറ്റ് 1 റൊട്ടേഷൻ വെൻ ദ സ്മോൾ ലിഡ് കംപ്ലീറ്റ്സ് 1? സ്മോൾ ലിഡ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വലിയ ലിഡിന് ഒരു റൊട്ടേഷൻ പൂർത്തിയാവുന്നുണ്ടോ? അതിൻ്റെ ആൻസർ നോ, ദ ബിഗ് ലിഡ് ഡസ് നോട്ട് കംപ്ലീറ്റ് 1 റൊട്ടേഷൻ. വലിയ ലിഡിന് ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈംസ് ഡസ് ദ സ്മോൾ ലിഡ് റൊട്ടേറ്റ് വെൻ ദ ബിഗ് ലിഡ് ഈസ് റൊട്ടേറ്റഡ് വൺസ്? ബിഗ് ലിഡ് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്മോൾ ലിഡ് എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്? വെൻ ദ ബിഗ് ലിഡ് റൊട്ടേറ്റഡ് വൺസ്, ദ സ്മോൾ ലിഡ് മേക്സ് മോർ ദാൻ 1 റൊട്ടേഷൻ. ബിഗ് ലിഡ് ഒരു തവണ റൊട്ടേഷൻ പൂർത്തിയാക്കുമ്പോൾ സ്മോൾ ലിഡ് ഒന്നിൽ കൂടുതൽ തവണ റൊട്ടേഷൻ പൂർത്തിയാക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ആൻസർ. ഇറ്റ് ഈസ് ദ ഇൻ്റർലോക്കിംഗ് ഓഫ് കൊറിഗേഷൻസ് ഓൺ ദ ലീഡ്സ് ദാറ്റ് എനാബിൾസ് വൺ ടു റൊട്ടേറ്റ് വിത്ത് ദ അതർ. സച്ച് വീൽസ് ആർ കാൾഡ് ഗിയേഴ്സ്. ഇതുപോലെ ഒരു ലിഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു ലിഡും റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ കൊറിഗേറ്റഡ് ആയിട്ടുള്ള ലീഡ്സ് തമ്മിലുള്ള ഇൻ്റർലോക്കിങ്ങിനെയാണ് ഗിയേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? വേർ ഹാവ് യു സീൻ ഗിയേഴ്സ്? നിങ്ങൾ എവിടെയെങ്കിലും ഗിയേഴ്സ് കണ്ടിട്ടുണ്ടോ? ടോയ്സ്, കളിപ്പാട്ടങ്ങൾ, ഹാൻഡ് ഡ്രിൽസ്, അതുപോലെ മെഷീൻസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് റബ്ബർ ഷീറ്റ്സ്, റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്ന മെഷീന്, വാച്ച്, ക്ലോക്ക്, സൈക്കിൾ, മോട്ടോർ കാർസ്, ഇതിലൊക്കെ ഗിയേഴ്സിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ ഫങ്ഷൻ പെട്ടെന്ന് നടക്കുന്നത്.
അടുത്തത് ട്രൈ റൊട്ടേറ്റിംഗ് ദ ഗിയേഴ്സ് ഇൻ ഹാൻഡ് റീൽസ് ആൻഡ് ടോയ്സ്. ടോയ്സിലെയും ഹാൻഡ് റീൽസിലെയും ഒക്കെ ഗിയേഴ്സിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് വെക്കുക. ഒബ്സർവ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ചേഞ്ചസ് ഗിയേഴ്സ് ക്യാൻ ബ്രിങ് അബൌട്ട് ഇൻ മോഷൻ. ഗിയേഴ്സ് അതിൻ്റെ മോഷനിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തുന്നത് ഒബ്സർവ് ചെയ്യുക. ഓൺ ദ ബേസിസ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. താഴെ തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം. ഡു ദേ ബ്രിങ് അബൌട്ട് ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ആ ഗിയേഴ്സ് അതിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ടോ? ഉണ്ട്. ഗിയേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യിപ്പിക്കാനൊക്കെ സാധിക്കുന്നത് ടോയ്സിലെയും ഹാൻഡ് റീൽസിലെയും ഒക്കെ. അതുകൊണ്ട് നമുക്ക് പറയാം ഗിയേഴ്സ് ബ്രിങ് അബൌട്ട് ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഇനി അടുത്തത് ഡു ദേ ബ്രിങ് അബൌട്ട് ചേഞ്ച് ഇൻ ദ സ്പീഡ് ഓഫ് മോഷൻ. അതിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യിക്കാനും ഗിയേഴ്സിനെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? യെസ്, ഗിയേഴ്സ് ബ്രിങ് അബൌട്ട് ചേഞ്ച് ഇൻ ദ സ്പീഡ് ഓഫ് മോഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഗിയേഴ്സ് ക്യാൻ ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ ഡയറക്ഷൻ ആൻഡ് സ്പീഡ് ഓഫ് മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും അതുപോലെ സ്പീഡ് ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഗിയേഴ്സിനെ ഉപയോഗിക്കുന്നത്. By making use of the rotation of one part of a machine, gears help us to set in motion more than one part of a machine at different speeds and in different directions. നമ്മൾ ഗിയേഴ്സ് ഉപയോഗിക്കുന്നത് വഴി ഒരു മെഷീനിൻ്റെ ഒന്നിൽ കൂടുതൽ പാർട്ടുകൾ ഡിഫറെൻറ്റ് സ്പീഡ്സിലും ഡിഫറെൻറ്റ് ഡയറക്ഷൻസിലും നമുക്ക് അതിൻ്റെ മോഷനെ സെറ്റ് ചെയ്യാൻ കഴിയും. വെൻ എ ബിഗ് വീൽ ഈസ് ടേൺഡ് യൂസിങ് എ സ്മോൾ വീൽ. ഒരു സ്മോൾ വീൽ ഉപയോഗിച്ച് നമ്മളൊരു ബിഗ് വീലിനെ ടേൺ ചെയ്യിപ്പിക്കുമ്പോൾ ദ സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഡിക്രീസസ്. ആ റൊട്ടേഷൻ സ്പീഡ് കുറയും. വെൻ ഇറ്റ് ഈസ് റിവേഴ്സ്ഡ് ദ സ്പീഡ് ഇൻക്രീസസ്. ഒരു ബിഗ് വീൽ ഉപയോഗിച്ച് സ്മോൾ വീലിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അതിൻ്റെ റൊട്ടേഷൻ സ്പീഡ് കൂടും. The use of gears can bring about changes in speed and direction of motion. ഗിയേഴ്സ് ഉപയോഗിക്കുന്നത് വഴി ഒരു മോഷൻ്റെ ഡയറക്ഷനും സ്പീഡൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യിപ്പിക്കാൻ കഴിയും. വി മേക്ക് യൂസ് ഓഫ് ദിസ് അഡ്വാൻറ്റേജ് ഇൻ എ നമ്പർ ഓഫ് മെഷീൻസ്. ഈ ഒരു അഡ്വാൻറ്റേജ് കൊണ്ട് തന്നെ, ഈ ഒരു നേട്ടം കൊണ്ട് തന്നെ ഒരുപാട് മെഷീൻസിൽ നമ്മൾ ഗിയേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? What are the uses of gears? Gears help us to set in motion more than one part of a machine at different speeds and in different directions. നമ്മൾ ഗിയേഴ്സ് ഉപയോഗിക്കുന്നത് വഴി ഒരു മെഷീനിൻ്റെ ഒന്നിൽ കൂടുതൽ പാർട്ടുകൾ ഡിഫറെൻറ്റ് സ്പീഡ്സിലും ഡിഫറെൻറ്റ് ഡയറക്ഷൻസിലും നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതാണ് ഗിയേഴ്സിൻ്റെ യൂസസ്. ഇതോടെ ഈ ഭാഗം തീർന്നു. ഇനി ഇതിലെ ലെറ്റസ്റ്റ് ആക്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ മാൻ പുള്ളിങ് എ ഹാൻഡ് കാർട്ട് അപ്ലൈസ് ഫോഴ്സ് ഓൺ ഇറ്റ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. താഴെ കൊടുത്തിരിക്കുന്ന ഈ സിറ്റുവേഷൻസ് വെച്ചിട്ട് ഒരു മാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു കൈവണ്ടി വലിക്കുകയാണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഇൻ ഈച്ച് കേസ്? ഓരോ കേസിലെയും പർപ്പസ് എന്താണ്? ഫസ്റ്റ്, വെൻ ഹീ സ്റ്റാർട്ട്സ് പുള്ളിങ് ദ ഹാൻഡ് കാർട്ട്. ആ കൈവണ്ടി വലിക്കാൻ തുടങ്ങുമ്പോൾ ഏത് രീതിയിലായിരിക്കും അയാൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടാകുക? ഇൻ ഓർഡർ ടു സെറ്റ് ദ കാർട്ട് ഇൻ ടു മോഷൻ. ആ കാർട്ട് മോഷനിലാവാൻ വേണ്ടിയിട്ടായിരിക്കും ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. സെക്കൻഡ്, വെൻ ഇറ്റ് ഗസ് ഓൺ എ ഡൗൺ ഹിൽ. ഒരു കുന്നിൻ ചെരുവിൽ ആയിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കുക? ഇൻ ഓർഡർ ടു ഡിക്രീസ് ദ സ്പീഡ് ഓഫ് ദ കാർട്ട്. കാർട്ടിൻ്റെ സ്പീഡ് കുറക്കാനായിരിക്കും അവിടെ നോക്കുക. അപ്പോൾ ഇൻ ഓർഡർ ടു ഡിക്രീസ് ദ സ്പീഡ് ഓഫ് ദ കാർട്ട്. ഫസ്റ്റിൽ ഹീ പുൾസ് ദ ഹാൻഡ് കാർട്ട് ടു സെറ്റ് ദ കാർട്ട് ഇൻ ടു മോഷൻ. ആ കാർട്ട് മോഷനിലാവാൻ വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരിക. സെക്കൻഡിൽ ഹീ അപ്ലൈസ് ഫോഴ്സ് ടു ഡിക്രീസ് ദ സ്പീഡ് ഓഫ് ദ കാർട്ട്. കാർട്ടിൻ്റെ സ്പീഡ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരിക. വാട്ട് ആർ ദ ചേഞ്ചസ് ഫോഴ്സ് ക്യാൻ ബ്രിങ് അബൌട്ട് ഇൻ ദി മോഷൻ? ഫോഴ്സ് ചെയ്യുന്നത് കൊണ്ട് എന്തെല്ലാം
ചേഞ്ച് ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. ഫോഴ്സ് ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് മോഷൻ ടു ആൻ ഒബ്ജക്റ്റ്. ഫസ്റ്റിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തത്. ആൻഡ് ടു ചേഞ്ച് ദ സ്പീഡ് ഓഫ് മോഷൻ ഓഫ് മൂവിങ് ഒബ്ജക്റ്റ്. രണ്ടാമത്തതിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് ഡൊമിനൻറ്റ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. താഴെ കൊടുത്ത സിറ്റുവേഷൻസ് വെച്ചിട്ട് അതിൻ്റെ മോഷൻ ഏത് ടൈപ്പ് മോഷനാണെന്ന് നോക്കാം. ഫസ്റ്റ്, ആൻ എയറോപ്ലെയിൻ ഗെയിനിങ് സ്പീഡ് ഓൺ ദ റൺവേ ബിഫോർ ടേക്ക് ഓഫ്. ഒരു എയറോപ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ റൺവേയിലൂടെയുള്ള സ്പീഡിലുള്ള മോഷനെ നമുക്ക് ഏത് മോഷനായിട്ടാണ് പറയാം? ലീനിയർ മോഷൻ. സെക്കൻഡ്, ദ മോഷൻ ഓഫ് എ വാൽവ് ട്യൂബ് ഇൻ ദ റൊട്ടേറ്റിംഗ് വീൽ ഓഫ് എ ബൈസൈക്കിൾ. സൈക്കിളിൻ്റെ റൊട്ടേറ്റിംഗ് വീലിൻ്റെ വാൽവ് ട്യൂബിൻ്റെ മോഷൻ ഏതായിട്ടാണ് പറയാം? സർക്കുലർ മോഷൻ. ഫൈൻഡ് വൺ എക്സാമ്പിൾ ഈച്ച് ഫോർ അതർ കൈൻഡ്സ് ഓഫ് മോഷൻ ആസ് വെൽ. അതുപോലെയുള്ള ഏതൊക്കെ മോഷൻ ഉണ്ട്? റൊട്ടേഷൻ, ഓസിലേഷൻ. റൊട്ടേഷൻ എക്സാമ്പിൾ, മോഷൻ ഓഫ് ദ വീൽസ് ഓഫ് എ സ്വിങ് മെഷീൻ. ഒരു സ്വിങ് മെഷീൻ്റെ വീൽസിൻ്റെ മോഷനെ നമുക്ക് റൊട്ടേഷൻ ആയിട്ട് പറയാം. അതുപോലെ ഓസിലേഷൻ. ഓസിലേഷന് എക്സാമ്പിൾ, ദ മോഷൻ ഓഫ് എ പെൻഡുലം. ഇത് ഓസിലേഷനുള്ള എക്സാമ്പിളാണ്. അപ്പോൾ ഏതൊക്കെ മോഷൻ പറഞ്ഞു? ലീനിയർ മോഷൻ, സർക്കുലർ മോഷൻ, റൊട്ടേഷൻ ആൻഡ് ഓസിലേഷൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യന്, ദ ടേബിൾ ഓൺ ഓസിലേഷൻ പ്രിപ്പയർഡ് ബൈ ലതിക, ഇക്ബാൽ ആൻഡ് സോനു ഈസ് ഗിവൺ ബിലോ. ഓസിലേഷൻ്റെ ഒരു ടേബിളാണ് ഇവിടെ ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ആരൊക്കെയാണ്? ലതിക, ഇക്ബാൽ ആൻഡ് സോനു. അവിടെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൂസ് ഫൈൻഡിങ്സ് ആർ കറക്റ്റ്. ഇതിൽ ആരുടെ കണ്ടെത്തലുകളാണ് കറക്റ്റ് ആയിട്ടുള്ളത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ വൺസ് ദാറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എക്സാമ്പിൾസ് ഓഫ് ഓസിലേഷൻസ്. ഓസിലേഷൻസിന് ഉള്ള എക്സാമ്പിൾ അല്ലാത്തത് ഏതൊക്കെയാണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യന്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വൈബ്രേഷൻ ആൻഡ് ഓസിലേഷൻ. എന്താണ് വൈബ്രേഷനും ഓസിലേഷനും തമ്മിലുള്ള ഡിഫറൻസ്? ഫസ്റ്റ് കോളത്തിൽ, ലതികയുടെ കോളത്തിൽ നമുക്ക് നോക്കാം. ദ മോഷൻ ഓഫ് ദ മെംബ്രെയിൻ അക്രോസ് ദ ഡ്രം ഹെഡ് ഓഫ് എ ചെണ്ട ഓൺ ബീറ്റിംഗ് ഇറ്റ്. ചെണ്ട കൊട്ടുമ്പോൾ അതിൻ്റെ മെംബ്രെയിനുണ്ടാവുന്ന മോഷന്. ദ മോഷൻ ഓഫ് എ സ്വിങ്ങിങ് കോട്ട്, ഒരു ആട്ടുകൊട്ടിലിൻ്റെ മോഷൻ. ദ മോഷൻ ഓഫ് എ ജയൻറ്റ് വീൽ, ജയൻറ്റ് വീലിൻ്റെ മോഷൻ. ഇക്ബാലിൻ്റെ കോളത്തിൽ എന്തൊക്കെയാണ്? ദ മോഷൻ ഓഫ് ദ മെംബ്രെയിൻ അക്രോസ് ദ ഡ്രം ഹെഡ് ഓഫ് എ ചെണ്ട ഓൺ ബീറ്റിംഗ് ഇറ്റ്. ചെണ്ട കൊട്ടുമ്പോൾ അതിൻ്റെ മെംബ്രെയിൻ ഉണ്ടാകുന്ന മോഷന്. ദ മോഷൻ ഓഫ് ദ സ്ട്രിങ് വൈൽ പ്ലേയിങ് വീണ, വീണ വായിക്കുമ്പോൾ അതിൻ്റെ കമ്പികൾക്കുണ്ടാകുന്ന മോഷൻ. ദ മോഷൻ ഓഫ് ദ പ്രോങ്സ് ഓഫ് എൻ എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോർക്ക്, ഒരു എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോർക്കിൻ്റെ പ്രോങ്സിനുണ്ടാകുന്ന മോഷൻ. ഇനി സോനുവിൻ്റെ കോളത്തിൽ എന്തൊക്കെയാണ്? ദ മോഷൻ ഓഫ് എൻ ആരോ ഷോട്ട് ഫ്രം എ ബോ, ഒരു അമ്പും വില്ലും തമ്മിലുള്ള മോഷൻ. ദ മോഷൻ ഓഫ് ദ പ്രോങ്സ് ഓഫ് എൻ എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോർക്ക്, ഒരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ മോഷൻ. ദ മോഷൻ ഓഫ് ദ സ്ട്രെച്ച്ഡ് മെറ്റൽ വയർ ഓൺ സ്ട്രമ്മിങ് ഇറ്റ്, ഒരു വലിച്ചു പിടിച്ചിരിക്കുന്ന ഒരു മെറ്റൽ വയറിന്മേൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന മോഷന്. ഇതിൽ ആരുടെ ടേബിളാണ് കറക്റ്റ്? വൂസ് ഫൈൻഡിങ്സ് ആർ കറക്റ്റ്? ഫൈൻഡിങ്സ് ഓഫ് ഇക്ബാൽ അല്ലേ? ഇക്ബാലിൻ്റെ ടേബിളാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ആർ ദ വൺസ് ദാറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എക്സാമ്പിൾസ് ഓഫ് ഓസിലേഷൻ. ഇതിൽ ഓസിലേഷന് എക്സാമ്പിൾ അല്ലാത്തത് ഏതൊക്കെയാണ്? മോഷൻ ഓഫ് എ ജയൻറ്റ് വീൽ, ജയൻറ്റ് വീലിൻ്റെ മോഷൻ ഓസിലേഷൻ ആണോ? അല്ല, അതിൻ്റെ മോഷൻ റൊട്ടേഷനാണ്. അതുപോലെ ദ മോഷൻ ഓഫ് എൻ ആരോ ഷോട്ട് ഫ്രം എ ബോ, അത് ലീനിയർ മോഷനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വൈബ്രേഷൻ ആൻഡ് ഓസിലേഷൻ. എന്താണ് വൈബ്രേഷനും ഓസിലേഷനും തമ്മിലുള്ള ഡിഫറൻസ്? ദ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എ ബോഡി അബൌട്ട് ദ മീൻ പൊസിഷൻ ഈസ് കാൾഡ് ഓസിലേഷൻ. ഒരു മീൻ പൊസിഷനിൽ നിന്ന് ഒരു ടു ഫ്രോ മോഷൻ ആണ് ആ ബോഡിക്ക് ഉള്ളതെങ്കിൽ അതിനെയാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഫാസ്റ്റ് ഓസിലേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ആർ റെഫേർഡ് ടു ആസ് വൈബ്രേഷൻ. ഫാസ്റ്റ് ഓസിലേഷൻസിനെയാണ് വൈബ്രേഷൻ എന്നും പറയുന്നത്. അപ്പോൾ അവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഗിയേഴ്സ് ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ കാണിക്കുന്നത് പോലെ ഗിയേഴ്സിനെ അറേഞ്ച് ചെയ്യുക. ഫസ്റ്റ് ഗിയർ ചെറുത്, സ്മോൾ ഗിയർ ഫസ്റ്റ്, പിന്നെ അതിനേക്കാളും കുറച്ച് വലിയത് സെക്കൻഡ് ഗിയർ, പിന്നെ അതിനേക്കാളും കുറച്ചുകൂടി വലിയത് തേർഡ് ഗിയർ, പിന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഗിയർ ഫോർത്ത്. വെൻ ദ ഫസ്റ്റ് ഗിയർ ഈസ് റൊട്ടേറ്റഡ്, ഫസ്റ്റ് ഗിയറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ വിച്ച് അതർ ഗിയർ വുഡ് ആൾസോ റൊട്ടേറ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അതുപോലെ അതേ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഏതൊക്കെ ഗിയർ ഉണ്ടാവും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗിയറിനെ നമ്മൾ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ സെക്കൻഡ് ഗിയർ എങ്ങോട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക? ലെഫ്റ്റിലേക്കായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഗിയർ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ സെക്കൻഡ് ഗിയർ ലെഫ്റ്റിലേക്കും, സെക്കൻഡ് ഗിയർ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തേർഡ് ഗിയർ റൈറ്റിലേക്കും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഓൾസോ ഫോർത്ത് ഗിയർ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഏതൊക്കെയാണ് റൈറ്റിലേക്ക്? ഫസ്റ്റ് ഗിയർ റൈറ്റിലേക്ക്, തേർഡ് ഗിയർ റൈറ്റിലേക്ക്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഗിയർ നമ്പർ 3. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഗിയർ വുഡ് ബി ദ സ്ലോവസ്റ്റ്. ഇതിൽ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള സ്പീഡ് കുറവുള്ള ഗിയർ ഏതായിരിക്കും? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ചെറിയ ഗിയറിനൊപ്പം വലിയ ഗിയറാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്പീഡ് കുറയും. വലിയ ഗിയറിനൊപ്പം ചെറിയ ഗിയറാണ് കറങ്ങുന്നതെങ്കിൽ റൊട്ടേഷണൽ സ്പീഡ് കൂടും. ഇവിടുത്തെ കേസിൽ എന്താണ്? ചെറിയ ഗിയറിനൊപ്പം വലിയ ഗിയറാണ് കറങ്ങുന്നത്, അപ്പോൾ അതിൻ്റെ റൊട്ടേഷൻ സ്പീഡ് കുറയും. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഗിയർ ഏതാണ്? ഫോർത്ത് ഗിയർ. അപ്പോൾ ഏറ്റവും സ്ലോവസ്റ്റ് ഏതായിരിക്കും? ഗിയർ നമ്പർ 4. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യന്, കംപ്ലീറ്റ് ദ ഫോളോയിങ് കൺസെപ്റ്റ് മാപ്പ് സ്യൂട്ടബിളി. ഇവിടെ കാണുന്ന ഈ മാപ്പ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. മോഷൻ, ഇവിടെ മോഷൻ കൊടുത്തിട്ടുണ്ട്. അതിലെന്തൊക്കെയാണ്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഷൻ ആൻഡ് ദ ഡിവൈസ് യൂസ്ഡ്. ഓരോ ടൈപ്പ് മോഷനും അതിൻ്റെ ഡിവൈസ്, അതിനുപയോഗിക്കുന്ന ഡിവൈസുകളും എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് ഓസിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഓസിലേഷനുമായിട്ടുള്ള ഡിവൈസുകൾ ഏതൊക്കെ ആയിരിക്കും? പെൻഡുലം, സ്വിങ്, സ്വിങ്ങിങ് കോട്ട്, സ്ട്രിങ് ഓഫ് വീണ. ഇതൊക്കെ ഓസിലേഷൻ എക്സാമ്പിളാണ്. അതുപോലെ റൊട്ടേഷൻ എന്തൊക്കെ എക്സാമ്പിൾ? വീൽസ് ഓഫ് വെഹിക്കിൾസിൻ്റെ വീൽസ് ഓഫ് ഫ്ലോർ മിൽ, അതുപോലെ ഫാൻ. പിന്നെ ഏത് മോഷനാണുള്ളത്? സർക്കുലർ മോഷൻ. എന്തൊക്കെയാണ് അതിൻ്റെ ഡിവൈസുകൾ? സർക്കുലർ മോഷൻ്റെ ഡിവൈസുകൾ ടിപ്പ് ഓഫ് എ ക്ലോക്സ് ഹാൻഡിലെ ടിപ്പ്. സർട്ടൈൻ റൈഡ്സ് ഇൻ ദ അമ്യൂസ്മെൻറ്റ് പാർക്കിലെ മിക്ക റൈഡ്സും സർക്കുലർ മോഷനിലാണ്. അടുത്തത് ഡിവൈസസ് ദാറ്റ് ക്യാൻ ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ മോഷൻ ആൻഡ് ദെയർ യൂസസ്. മോഷനിൽ ചേഞ്ച് കൊണ്ടുവരുന്ന എന്തൊക്കെ ഡിവൈസുകളുണ്ട്? അതിൻ്റെ യൂസസ്, അതിൻ്റെ ഉപയോഗങ്ങളും. ഫസ്റ്റ് ഗിയർ, ടു ചേഞ്ച് ദ ഡയറക്ഷൻ ആൻഡ് സ്പീഡ് ഓഫ് മോഷൻ്റെ സ്പീഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ഡിവൈസാണ് ഗിയർ. അതുപോലെ ബെൽറ്റ്, ടു ട്രാൻസ്ഫർ ദ ഫോഴ്സ് ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ. ഒരു പോയിന്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് മറ്റൊരു പോയിന്റിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന ഒരു ഡിവൈസാണ് ബെൽറ്റ്. അതുപോലെ ചെയിൻ, ടു ട്രാൻസ്ഫർ ദ ഫോഴ്സ് അപ്ലൈഡ് അറ്റ് എ പോയിന്റ് ടു അനദർ പോയിന്റ്. ഒരു പോയിന്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് മറ്റൊരു പോയിന്റിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന ഡിവൈസാണ് ചെയിൻ. അടുത്ത എന്താണ്? ചേഞ്ചസ് ഇൻ മോഷൻ ബ്രോട്ട് അബൌട്ട് ബൈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിലൂടെ മോഷനിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ കഴിയും? ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ മോഷൻ ഓഫ് എ മൂവിങ് ബോഡി. മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ കഴിയും. അതുപോലെ ടു സ്റ്റാർട്ട് മോഷൻ ടു എ ബോഡി, ഒരു ബോഡിയെ മോഷനിലാക്കാനും അതിൻ്റെ മോഷൻ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാനും കഴിയും. ടു ബ്രിങ് ദ മോഷൻ ഓഫ് എ ബോഡി ടു റെസ്റ്റിലായിരിക്കുന്ന ഒരു ബോഡിയെ മോഷനിലാക്കാനും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും. അതുപോലെ ടു ചേഞ്ച് ദ സ്പീഡ് ഓഫ് മോഷൻ ഓഫ് എ മൂവിങ് ബോഡി, മൂവ് ചെയ്യുന്ന ബോഡിയുടെ സ്പീഡ് ചേഞ്ച് ചെയ്യാനൊക്കെ ഇതിലൂടെ നമുക്ക് സാധിക്കും. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് വേഗം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഷെദൂസ് ഹോം സ്റ്റഡി.